ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ ടാറ്റയുടെ കർവിനെ ഒരുപാട് വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ക്രെറ്റ ആയാലും ഗ്രാൻഡ് വിറ്റാര ആയാലും ഇനിയിപ്പം എലവേറ്റിൻ്റെ കമ്പാരിസൺ കുറച്ച് പേര് പറഞ്ഞു, അതുകൊണ്ട് അതും ചെയ്യും. പക്ഷേ നമ്മൾ മെയിനായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരുന്ന ഇതിൻ്റെ തന്നെ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റൊരു കൂപ്പ എസ് യു വി ആയിട്ടായിരുന്നു, അതാണ് സിട്രോയിൻ ബസാൾട്ട്. ഇപ്പം നിലവിൽ നമുക്ക് ഈ ഒരു അഫോർഡബിൾ പ്രൈസ് പോയിന്റിൽ രണ്ട് കമ്പനികളാണ് കൂപ്പ എസ് യു വിസ് ഓഫർ ചെയ്യുന്നത് തൽക്കാലത്തേക്ക്. കുറച്ച് കഴിയുമ്പോൾ മഹീന്ദ്രയുടെ ഒക്കെ വരും, പക്ഷെ എന്നാലും ഇപ്പോൾ നമുക്ക് ബസാൾട്ട് ഒരു ഇത്തിരി കൂടെ കർവിനേക്കാൾ അഫോർഡബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം കർവിൻ്റെ പ്ലസ് പോയിന്റ്സ് തന്നെ നോക്കാം. ഇപ്പോൾ കൂപ്പ എസ് യു വി രണ്ടിൻ്റെയും പ്ലസ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് അതിവിടെ പറയാൻ പറ്റില്ല. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഡയമെൻഷൻസിൻ്റെ കേസിൽ മറ്റേ കർവ് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ വണ്ടിയുള്ള കേസ് പോലെയല്ല, ഇവിടെ കുറച്ചും കൂടെ ഡിഫറൻസ് ഉണ്ട്. അതായത് നമുക്കിപ്പം വിഡ്ത്തിൻ്റെ കേസും അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ കേസും കർവിലാണ് കൂടുതൽ നിൽക്കുന്നത്. അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബസാൾട്ടിൻ്റെ കേസിൽ പറയാം. പക്ഷെ നമുക്ക് വിഡ്ത്തിൽ 45 മില്ലിമീറ്റേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്, കർവിന് അത്രയും കൂടുതലാണ്. അതുപോലെ ഹൈറ്റിലാണെങ്കിൽ 37 മില്ലിമീറ്റേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്, അതും കർവിൽ കൂടുതലാണ്. സോ അങ്ങനത്തെ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ കർവ് നമുക്ക് എക്സ്റ്റീരിയറിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ബസാൾട്ടിനൊക്കെ വലുതായിട്ടിരിക്കും. പക്ഷേ ലെങ്ത്ത് വീൽ ബേസ് ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്. ആക്ച്വലി വീൽ ബേസ് വളരെ വലിയ വ്യത്യാസമാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവും. എന്തായാലും അതാണ് ഡയമെൻഷൻസിൻ്റെ കേസിൽ നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഞാനിപ്പം ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല, കാരണം ബസാൾട്ട് എന്ന് പറയുന്ന സിട്രോയിൻ അങ്ങനെ ഭയങ്കര ഫീച്ചർ ലോഡറായിട്ട് ഇറക്കിയിരിക്കുന്ന വണ്ടിയൊന്നുമല്ല. എന്തായാലും ജസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ വെൽക്കം ഫംഗ്ഷൻ വരുന്നുണ്ട്, കണക്റ്റഡ് DRLs വരുന്നുണ്ട്, അതുപോലെ തന്നെ സീക്വൻഷ്യൽ സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്, പിന്നെ LED ഫോഗ് ലൈറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. മറ്റിനകത്ത് ഹാലജൻ ആണ്, അങ്ങനെയൊക്കെ. പിന്നെ 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. മറ്റേ വാഹനത്തിൽ 16 ഇഞ്ച് വരെ മാക്സിമം സൈസ് വരുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ പറയാൻ പറ്റിയ ഡിഫറൻസ്. പിന്നെ LED ടെയിൽ ലൈറ്റ്സും ഈ വണ്ടിയിലുണ്ട്, കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ആണ്. ബസാൾട്ടിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സും ഇല്ല, അതുപോലെ അത് LED അല്ല. ഇനി അകത്തോട്ട് വരുമ്പോൾ പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ പറയേണ്ടി വരും. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. ആദ്യം തന്നെ 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിൻ്റെ അകത്തുണ്ട്, അതുപോലെ 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോ AC ഉണ്ട്, മറ്റേതിനകത്ത് ഓട്ടോ AC ഉണ്ട്, ടച്ച് ബേസ്ഡ് അല്ലാന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ അഡ്വാൻസ് ടയർ റെസിസ്റ്റൻസ് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് ഓട്ടോ ഡേ നൈറ്റ് IRVMs വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കോ പാസഞ്ചർ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ഗേറ്റ് പവേർഡ് ആണ്, നമുക്കത് റിമോട്ടിൽ തന്നെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് വണ്ടി തന്നെ ലിഫ്റ്റ് ചെയ്തോളും ടെയിൽ ഗേറ്റ്, നമ്മൾ വെക്കേണ്ട കാര്യമില്ല. പിന്നെ 9 സ്പീക്കറിൻ്റെ JBLൻ്റെ ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, അതുപോലെ 360 ഡിഗ്രി ക്യാമറ എന്ന് പറയേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാനിപ്പം എല്ലാ സാധനങ്ങളും പറഞ്ഞു എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും കുറേ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം വിട്ടുപോയി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതും നമുക്ക് ബസാൾട്ടിൽ വരുന്നില്ല. ഇത്രയൊക്കെ എന്താണ് കർവിൽ ഡിഫറൻസ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബസാൾട്ടിൻ്റെ പ്രൈസ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നിൽക്കുന്നൊരു വണ്ടിയാണ്. കർവിൻ്റെയൊക്കെ ടോപ്പിനേക്കാൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് ആ വാഹനത്തിൻ്റെ ടോപ്പിൻ്റെ കിട്ടും. അതുകൊണ്ട് ഇത്രയും ഫീച്ചേഴ്സ് കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 4-5 ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ട്. ഇനി അടുത്തൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കർവിൽ പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. സംഭവം ശരിയാണ്, നമുക്ക് ടാറ്റയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുമ്പോൾ കുറച്ച് അൺഈവൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. പക്ഷെ എന്നാൽ പോലും ഇവരകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയൊക്കെ നമ്മുടെ ബസാൾട്ടിനൊക്കെ കുറച്ചുകൊണ്ട് ബെറ്റർ ആണ്. ഞാൻ ബസാൾട്ടിലും കയറി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ AC വെൻസ് ഒക്കെ നമുക്ക് അതൊന്ന് അനക്കി നോക്കുകയാണെങ്കിൽ അത്ര സ്റ്റേഡി അല്ലാത്ത പോലെ തോന്നും. അതിൻ്റെ അത് ഡാമ്പിംഗ് ഒന്നുമില്ല. പിന്നെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും ഒരിത്തിരി ചീപ്പ് ഗ്രേഡ് ആയിട്ട് നമുക്ക് ചിലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഫീൽ ചെയ്യാം. പക്ഷേ ടാറ്റ ഇപ്പം പണ്ടത്തെ പോലെയല്ല, പ്ലാസ്റ്റിക് ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ അവർ വളരെ മുന്നിലോട്ട് വന്നിട്ടുണ്ട്. സോ അതൊരു ഡിഫറൻസ് ആണ്. അതുപോലെ എഞ്ചിൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കർവിൽ ഡീസൽ എഞ്ചിൻ കിട്ടുന്നുണ്ട്, ബസാൾട്ടിൽ ഡീസൽ എഞ്ചിൻ്റെ ഓപ്ഷൻ അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് കർവിൽ ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസും വരുന്നുണ്ട്. ബസാൾട്ടിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണുള്ളത്, കർവിൽ നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ തന്നെ ക്രയോജെറ്റ് എന്ന് പറഞ്ഞ ടാറ്റയുടെ പുതിയ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ്. നമുക്കിപ്പോൾ BS 6.2 വന്നപ്പം ആഡ് ബ്ലൂ 1.5 ലിറ്റർ ഡിസ്പ്ലേസ്മെൻറ്റുള്ള ഡീസൽ എഞ്ചിൻ ഒഴിക്കുന്ന ഒരു പ്രശ്നം വന്നായിരുന്നു. പക്ഷേ ഈ ഡീസൽ എഞ്ചിന് ആ പ്രശ്നമില്ല. 117 PS പവറും 260 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ പുതിയൊരു 1.2 ലിറ്റർ TGDI പെട്രോൾ എഞ്ചിൻ ഉണ്ട്, ടർബോ ഗ്യാസിലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ. അതിപ്പം കർവിനേക്കാൾ ബെറ്റർ ആണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തായാലും ഗ്യാസിലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ ആണ്. ബസാൾട്ടിൽ അവരിപ്പോഴും MPFI എഞ്ചിനാണ് കൊടുക്കുന്നത്. പക്ഷേ MPFI എഞ്ചിനാണെങ്കിൽ അതിൻ്റെ പവർ വേറെ ലെവലാണ്. ഒന്നാമത്തെ വാഹനം കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടെ വരുമ്പം നമ്മുടെ ഈ കാല് കൊടുക്കുകയാണെങ്കിൽ പറക്കുന്ന പോലെ വണ്ടി പോകുന്നത്. ഞാനത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇതിനകത്ത് കിട്ടുന്ന ഗിയർ ബോക്സ് ഓപ്ഷൻസ് ആണ്. 6 സ്പീഡ് മാനുവലും അതുപോലെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും ആണ് ടാറ്റ ഇതിൻ്റെ എല്ലാ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കൂടെയും കൊടുക്കുന്നത്. നമുക്ക് ബസാൾട്ടിൽ ടോപ്പ് 2 വേരിയൻസിൽ മാത്രമേ ഓട്ടോമാറ്റിക് ഉള്ളൂ, അതും ടർബോ പെട്രോൾ മാത്രം. അതിൻ്റെ NA എഞ്ചിൻസിൽ ഓട്ടോമാറ്റിക് ഇല്ല. പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് കർവിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. പക്ഷെ അതിപ്പം ഭയങ്കര വലിയ ഡിഫറൻസ് അല്ല നമ്മൾ മറ്റുള്ള പെർഫോമൻസ് SUVs പറഞ്ഞ പോലെ. കാരണം കർവിൽ 500 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്, അത് ഓക്കെ. പക്ഷേ ബസാൾട്ടിലും 470 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. വലിയ ഡിഫറൻസ് ഇല്ല, എന്നാലും കമ്പാരിസൺ ആകുമ്പോൾ നമ്മൾ ചെറിയ ഡിഫറൻസ് ആണെങ്കിലും കമ്പയർ ചെയ്യുമല്ലോ, അത്രേ ഉള്ളൂ.
പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം വരുന്നത് ഇവരുടെ സേഫ്റ്റിയാണ്. നമുക്ക് ടാറ്റയിൽ എപ്പോഴും 5 സ്റ്റാർ സേഫ്റ്റി ഒബ്വിയസ്ലി കിട്ടാറുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഇതിൻ്റെ അകത്ത് നമുക്ക് 6 എയർ ബാഗ്സ്, ESP, അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അങ്ങനത്തെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡാണ്. ബസാൾട്ടിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒന്നും സ്റ്റാൻഡേർഡ് അല്ല, പക്ഷെ എന്നാലും 6 എയർ ബാഗ്സ് അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അതും കുഴപ്പമില്ല. പിന്നെ ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഒക്കെ പണ്ടത്തെ വണ്ടികളെക്കാൾ ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നാലും നമുക്കൊരു 3-4 സ്റ്റാർ റേറ്റിംഗിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്ലോബൽ എൻക്യാപ്പിൽ ടാറ്റയ്ക്ക് എന്തായാലും 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് കിട്ടുന്നത് ഉറപ്പാണല്ലോ. പിന്നെ അഡ്വാൻസ്ഡ് സർവീസ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു, ടാറ്റയിലുണ്ട്, ബസാൾട്ടിൽ അതില്ല. ഇനി വേറൊരു അഡ്വാൻറ്റേജ് വരുന്നത് സെയിൽസ് ആൻഡ് സർവീസ് ഔട്ട്ലെറ്റ്സിൻ്റെ കാര്യത്തിലാണ്. സിട്രോൻ അവരുടെ സെയിൽസിൻ്റെ ഔട്ട്ലെറ്റ്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം. അത് അവർ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇപ്പം ചില സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ആകെ 2-3 ഡീലർഷിപ്പൊക്കെ അവർക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സർവീസ് സെൻറ്റേഴ്സിൻ്റെ ആണെങ്കിലും നമ്പേഴ്സ് കൂട്ടണം. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്സ് വാഗൻ്റെ സർവീസ് സെൻ്ററിൽ നിന്ന് നമ്മുടെ സിട്രോൻ്റെ വാഹനം സർവീസ് ചെയ്യാൻ പറ്റും, EVM തന്നെ പോയി കഴിഞ്ഞാൽ. അത് സിട്രോയിന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു സർവീസ് വെഹിക്കിൾ ഉണ്ട്. നിങ്ങൾ ഉള്ള സ്ഥലത്ത് സർവീസ് സെൻറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സർവീസ് വെഹിക്കിൾ വരും, അവിടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് വണ്ടി സർവീസ് ചെയ്തിട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സവിശേഷതകളൊക്കെ ഇവർക്കുണ്ട്, മറ്റ് കമ്പനികൾക്ക് ഇല്ലാത്ത പോലെ. സോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. ഇനി ഫൈനലി പ്രൈസിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കർവിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 9.99 lakhs ആണ്, ബസാൾട്ടിൻ്റെ 7.99 lakhs ആണ്. പക്ഷേ അത് മറ്റേതിനകത്ത് കിട്ടുന്ന എഞ്ചിനാണ്, 82 bhp ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ വരുമ്പോൾ 120 bhp ആണ് ബേസ് മോഡൽ പോലെ വരുന്നത്. പക്ഷേ നമുക്ക് കർവിൻ്റെ തന്നെ കുറച്ചുകൂടെ ഉയർന്ന വേരിയൻസിലേക്ക് പോകുമ്പോൾ TGD എഞ്ചിൻസ് ഒക്കെ വരുന്നുണ്ട്, കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതിൻ്റെ മാക്സിമം പ്രൈസ് നോക്കുകയാണെങ്കിൽ TGDയിലും ഡീസലിലും 17.49 വരെയും 17.69 വരെയൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ മാനുവലിൻ്റെ പ്രൈസാണ്. ഓട്ടോമാറ്റിക്കലേക്ക് വരുമ്പോൾ 1.5 lakhs നിങ്ങൾ ഇനി അഡീഷണൽ ആഡ് ചെയ്യേണ്ടി വരും. ബസാൾട്ടിൻ്റെ ടോപ്പ് എൻഡ് ടർബോ മാനുവലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് ജസ്റ്റ് 12.28 lakhs ആണ്. ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ടർബോ പെട്രോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ 17.49 lakhs വരെ അതിന് മാക്സിമം പ്രൈസ് പോകുന്നുണ്ട്. അതും ടോപ്പ് എൻഡ് വേരിയൻറ്റ്. നിങ്ങളിപ്പം അല്ലാണ്ട് MPF എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് എൻഡ് വേരിയൻ്റേ ഇല്ല. 14.69 lakhs സെക്കൻഡ് ടോപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ മതി. 12.29 lakhs അതുപോലെ 17.49 lakhs തമ്മിൽ നല്ല പ്രൈസ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് മറ്റേതിൽ കുറവാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ രീതിയിൽ കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല. അതും മറ്റേ വണ്ടിയിൽ കുറച്ച് കൂടുതൽ കിട്ടുന്ന അഡീഷണൽ ഫീച്ചേഴ്സും ഉണ്ട്. ഇനി അടുത്തതായി നമുക്ക് ബസാൾട്ട് എടുക്കാനുള്ള അഡീഷണൽ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡയമെൻഷൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വീൽ ബേസിലും അതുപോലെ ലെങ്ത്തിലും ഒക്കെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് എന്ന്. ആദ്യം നമുക്ക് ലെങ്ത്ത് നോക്കാം. ലെങ്ത്തിൽ 44 mm ഡിഫറൻസ് ആണ് വരുന്നത്. 4352 mm ആണ് ബസാൾട്ടിൻ്റെ ലെങ്ത്ത്. എന്ന് വെച്ചാൽ ഈവൻ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരേക്കാൾ വരെ 4 mm ലെങ്ത്ത് കൂടുതലാണ്. പിന്നെ വീൽ ബേസ് 2651 mm ആണ് ബസാൾട്ടിൻ്റെ വീൽ ബേസ്. ഭയങ്കര വലിയ വീൽ ബേസ് ആണ്. ഈവൻ നമ്മുടെ അബോവ് 4 meter കോമ്പാക്ട് SUVസിൻ്റെ ബാക്കി വണ്ടികളെടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും ഇത്രയും വീൽ ബേസ് ഉള്ള വേറൊരു വണ്ടി ആ സെഗ്മെൻറ്റ് ഇല്ല. അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കർവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 91 mm വ്യത്യാസമുണ്ട്. കർവിൽ ജസ്റ്റ് 2560 mm ഉള്ളൂ. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായാലും ഇതിന് ക്യാബിൻ സ്പേസിലുണ്ട്. എന്തായാലും നമുക്കിനി അടുത്തതായി എന്തൊക്കെ ഫീച്ചേഴ്സാണ് ബസാൾട്ടിൽ നമ്മൾ കർവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ വരുന്നത് എന്ന് നോക്കാം. അതിൽ മിക്ക സാധനങ്ങളും ബാക്ക് സീറ്റിലാണ് കേട്ടോ. ഒന്നിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻസിൻ്റെ സീറ്റിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. അതിന് 3 ലെവൽസ് ആണ് വരുന്നത്. എൻ്റെ ഹൈറ്റ് കുറച്ച് കുറവാണ്, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും താഴത്തെ ലെവലായിരുന്നു കംഫർട്ടബിൾ. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഹൈറ്റ് അത്യാവശ്യം കൂടുതലാണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ പൊക്കി വെച്ച് ഓടിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് കിട്ടും. ഓടിക്കാൻ മീൻസ് ബാക്കിലിരിക്കാം, ഡ്രൈവർ ഓടിച്ചോളും. ഇതിപ്പോൾ ബാക്കിലത്തെ സീറ്റിലാണ് ഈ സംഭവം ഉള്ളത്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് 3 ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. നടുവിലത്തെ പാസഞ്ചറിനും ഹെഡ് റെസ്റ്റ് ഉണ്ട്. സംഭവം അഡ്ജസ്റ്റബിൾ ഒന്നും അല്ല, ചെറിയൊരു ഹെഡ് റെസ്റ്റ് ആണ്. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ബാക്കിലുണ്ട്. കർവിന് 3ാമത്തെ പാസഞ്ചറിൻ്റെ നടുവിൽ ഹെഡ് റെസ്റ്റേ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ടാറ്റ തന്നെ അവരുടെ സഫാരിയിലൊക്കെ കൊടുക്കുന്ന പോലെ നമുക്ക് ഈ ബാക്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിലാണെങ്കിൽ പോലും ഈ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകണം. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങുകയൊക്കെ ആണെങ്കിലും നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല ഈ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈൻ മികവ് കാരണം. സോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അഡീഷണൽ വരുന്നത്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് വരുന്നത് ഈ വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റിയും സസ്പെൻഷൻ സെറ്റപ്പുമാണ്. കർവിൻ്റെ റൈഡ് മോശമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ വാഹനത്തിൻ്റേതായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വീൽസ് ആണെങ്കിലും 16 inch ആണല്ലോ. കർവിൽ നമുക്ക് 18 inch അലോയ് വീൽസ് വെച്ച് കിട്ടാവുന്ന റൈഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ വണ്ടി എന്ന് പറയുന്നത് നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും റോഡിൽ നടക്കുന്നൊന്നും അറിയാൻ പറ്റില്ല. ഈവൻ എക്സ്പാൻഷൻ ജോയിൻസ് ഒക്കെ ആണെങ്കിലും അതൊക്കെ കുറച്ച് ചാടിച്ചെടുത്താലും അകത്തേക്ക് അങ്ങനെ ഭയങ്കര ഇമ്പാക്റ്റ് വരുന്ന ഒരു സസ്പെൻഷൻ സെറ്റപ്പ് അല്ല. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ലോങ് ജേർണീസ് ഒക്കെ പോകാൻ പറ്റുന്ന അടിപൊളി സസ്പെൻഷൻ സെറ്റപ്പാണ് ഇതിനകത്ത് സിട്രോൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർ
പവറിൻ്റെ അഡ്വാൻറ്റേജും നമുക്ക് കർവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റും. കാരണം സംഭവം കർവിലിപ്പം 1.2 TGD എഞ്ചിനൊക്കെ വരുന്നു എന്ന് പറഞ്ഞാലും അത് ഇതുമായിട്ട് കമ്പയറബിൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കുറച്ച് താഴത്തൊക്കെ നിൽക്കുന്ന രീതിയിൽ അതിന് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ വണ്ടിക്ക് ബോഡി വെയിറ്റ് കുറവാണ്, പിന്നെ എഞ്ചിനാണെങ്കിലും നല്ല പെപ്പി ആയിട്ടുള്ള എഞ്ചിനാണ്. ഈ എഞ്ചിൻ കുറേ കാലമായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു എഞ്ചിൻ ഓടിച്ചവർക്കറിയാം അത്യാവശ്യം നല്ലൊരു കിഡിലും പവർ ഡെലിവറി ഉള്ള എഞ്ചിനാണ് MPF ആയിട്ട് പോലും. പിന്നെ കർവിൻ്റെ ഡീസലിൽ കിട്ടുന്ന പോലത്തെ മൈലേജ് ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടില്ല. ഉറപ്പായിട്ടും മൈലേജ് കുറച്ച് കോംപ്രമൈസ്ഡ് ആണ്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ വീൽ ബേസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഉള്ളതുപോലെ തന്നെ റിയർ സീറ്റ് സ്പേസ്. കർവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവർ വീൽ ബേസ് അധികം കൂട്ടാത്തതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് നെക്സോണിൻ്റെയൊക്കെ ക്യാബിൻ സ്പേസ് അതിൻ്റെ അകത്ത് കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ വണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ മാക്സിമം വീൽ ബേസ് വലിച്ച് നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ബൂട്ട് സ്പേസും ഉണ്ട്, ക്യാബിൻ സ്പേസും ഉണ്ട്. നമുക്ക് ബാക്കിലിരിക്കുമ്പോഴൊന്നും ഒട്ടും അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആയതുകൊണ്ട് അത്യാവശ്യം എയറി ആയിട്ട് തോന്നുകയും ചെയ്യും. ലെതററ്റ് സീറ്റ്സ് ആണ് വരുന്നത്. ടോപ്പ് പോർഷൻ ഫാബ്രിക്കും താഴത്തെ പോർഷൻ ലെതററ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടും. അതായത് നല്ലൊരു എയറി ഫീൽ കിട്ടും ക്യാബിനിൽ. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരേ ഒരു കാര്യം ഒഴികെ, അതാണ് പ്രൈസിങ്. ഈ പ്രൈസിങ്ങിൻ്റെ കേസിൽ നമുക്ക് ബസാൾട്ടൊരു ഭയങ്കര വലിയ വിന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും കർവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നേരത്തെ പറഞ്ഞ പോലെ 12.28 lakhs ഇതിൻ്റെ മാക്സ് ടർബോ മാനുവലിൻ്റെ പ്രൈസ് അവിടെ അങ്ങോട്ട് അവസാനിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അതും 13.62 lakhs അവസാനിക്കുന്നത്. കർവൊക്കെ ഓൾമോസ്റ്റ് 19 lakhs വരെ എക്സ്ഷോറൂം പ്രൈസ് ഓട്ടോമാറ്റിക്കിന് പോകും ടോപ്പ് എൻഡ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും വലിയൊരു പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. ഓൺ റോഡ് കേസിൽ എടുക്കുകയാണെങ്കിൽ ഈ എക്സ്ഷോറൂം വെച്ച് കമ്പയർ ചെയ്യുന്നതിലും കൂടുതൽ പ്രൈസ് ഡിഫറൻസ് പോകും. എങ്ങനെയൊക്കെ പോയാലും നമുക്ക് 5 ലക്ഷം രൂപയുടെ മുകളിൽ ഡിഫറൻസ് പോകും. അപ്പോൾ അത്രയും പ്രൈസ് നമ്മൾ കൂടുതൽ മുടക്കുന്നുണ്ട്. നമുക്ക് മറ്റേ വാഹനത്തിൽ കിട്ടുന്നത് കുറച്ചും കൂടെ ബെറ്റർ പ്ലാസ്റ്റിക് ക്വാളിറ്റി, അതുപോലെ കുറച്ചും കൂടെ അല്ല, ഒരുപാട് ഫീച്ചേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയും ബേസിക്സ് നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുക, നല്ല റൈഡ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ നല്ല ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഹാൻഡ്ലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ആ സംഭവങ്ങളൊക്കെ ഈ വണ്ടിയുടെ വളരെ നല്ലതാണ്. പിന്നെ ഇത് എടുക്കുമ്പം എന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ടർബോ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എന്നെ എഞ്ചിൻ 1.2 ആണ്. അതൊരു C3 ഹാച്ച് ബാക്കിൽ ഉപയോഗിക്കുന്ന എഞ്ചിനാണ്. ഈ വണ്ടിയിൽ അത് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതവർ ഇറക്കാനും ജസ്റ്റ് ആ സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറച്ച് വയ്ക്കാനായിട്ടാണ് ആ എഞ്ചിൻ ഇതിനകത്ത് കൊടുത്തത്. അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ആ എഞ്ചിൻ. പിന്നെ ഇവർ എഞ്ചിൻസിൽ കൊടുക്കുന്ന വേരിയൻസിലെ ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പ്ലസ് വേരിയൻ്റ് തന്നെ നിങ്ങൾ എഞ്ചിനും അതുപോലെ ടർബോ എഞ്ചിനിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് നല്ല വ്യത്യാസം വരുന്നുണ്ട് ഫീച്ചേഴ്സിൻ്റെ കേസിൽ. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. അതായത് സംഭവത്തിലേ ഉള്ളൂ, ടർബോ ആണ് ബസാൾട്ടിൻ്റെ കേസിൽ കുറച്ചുകൂടെ നല്ലത്. എന്തായാലും ഇതാണ് നമുക്കിപ്പം മാർക്കറ്റിൽ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന കൂപ്പെ SUVസിൻ്റെ ഒരു പ്രോപ്പർ കമ്പാരിസൺ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.